നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. ശിവായി ഡെവിൾ, ഓ ഓക്കെ, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, ഓക്കെ, സ്ട്രെങ്ത്, ശരി, 9 ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, ഡെത്ത്, 8 ഓഫ് വോൺസ്. ഓക്കെ, ഓവറോൾ പോസിറ്റീവ് തന്നെയാണ്. നിങ്ങളെപ്പറ്റി ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. രാത്രി മുഴുവൻ ഇവർ ഉറങ്ങാതെ എണീറ്റിരുന്ന് നിങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഏസ് ഓഫ് കപ്സും രണ്ടും തന്നെ സ്നേഹത്തെ ഡിപ്പിക്റ്റ് ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്രയും സ്നേഹം അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നതിൻ്റെ കാരണം അവിടെ എന്തോ ഒരു ഒബ്സ്റ്റേക്കിൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അത് അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതെപ്പോഴും കാണുന്നതാണ് നമ്മളുടെ ഇതിൽ. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് എനർജീസ് കണക്റ്റ് ആവുന്ന ലോങ് ഡിസ്റ്റൻസുകാരുടെ ആണെന്ന് തോന്നുന്നു. ലോങ് ഡിസ്റ്റൻസ് പ്രബലമായിട്ട് കാണേണ്ട കരിയർ റിലേറ്റഡ് ആയിട്ടാണ് എന്നും കാണുന്നു. ഓക്കെ, യാത്ര ചെയ്ത് വന്ന് വേണം നിങ്ങളെ കാണാൻ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആക്ഷൻ ഒന്നും എടുക്കാൻ സാധിക്കില്ല അല്ലേ. തിരിച്ച് നിങ്ങളെ വന്ന് കാണുന്ന സമയത്ത് മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. അതുകൊണ്ട് അവരൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവരുടെ കാര്യങ്ങൾ എല്ലാം നിർത്തി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നല്ല, അവരവരുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. 6 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഒരു യാത്ര അവർക്ക് കാണുന്നു. നിങ്ങളെ കാണാൻ വരുന്നതുമായിരിക്കാം. ഓക്കെ, കാണാൻ വരുന്നതായിട്ട് തന്നെയാണ്. കാരണം ചുറ്റുമുള്ള കാർഡ്സ് എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് അവേ, ഇറ്റ്സ് കമ്മിങ് ടു യു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. വരുന്ന സമയത്ത് നിങ്ങളുമായൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. 8 ഓഫ് വോൺസ് ഇനി അധികം താമസമില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണുന്നത്. സ്പീഡി ആക്ഷൻ, സ്പീഡി കമ്മ്യൂണിക്കേഷൻ, സ്പീഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെയാണ് 8 ഓഫ് വോൺസ് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും അവർക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളോട്.